തിരുവല്ലയിൽ പട്ടാപ്പകൽ സ്പായിൽ ജീവനക്കാരിക്ക് നേരെ നടന്ന ബലാത്സംഗവും ആക്രമണവും ഒറ്റപ്പെട്ട കുറ്റകൃത്യമല്ലെന്നതിലേക്കാണ് അന്വേഷണം വിരൽ ചൂണ്ടുന്നത്. ഗുണ്ടാ സംഘത്തിന്റെ ക്രൂരതയ്ക്കു പിന്നിൽ വർഷങ്ങളായി സ്പാകളെ ചുറ്റിപ്പറ്റി പ്രവർത്തിച്ചിരുന്ന ഒരു അനധികൃത പിരിവ് സംവിധാനമുണ്ടെന്ന ഗുരുതര ആരോപണങ്ങളാണ് പുറത്തുവരുന്നത്. നിയമം കാക്കേണ്ട പോലീസ് സംവിധാനത്തിനുള്ളിലെ ചിലരുടെ പങ്കാളിത്തം, രാഷ്ട്രീയ സംരക്ഷണം എന്നിവ ചേർന്നപ്പോൾ തിരുവല്ലയിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യപ്പെടാതെയുണ്ടായിരുന്നുവെന്ന സംശയമാണ് ശക്തമാകുന്നത്. നാടിനെയൊന്നാകെ ഞെട്ടിക്കുന്ന സംഭവമാണ് തിരുവല്ലയിൽ അരങ്ങേറിയത്. പോലീസിന്റെ പിരിവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് കഴിഞ്ഞ 1-ന് ഗുണ്ടാസംഘം സ്പായിൽ കയറി പണം ചോദിക്കുകയും കിട്ടാതെ വന്നപ്പോൾ ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തത്. ഗുണ്ടാ നേതാവ് മരണ സുബിൻ എന്നറിയപ്പെടുന്ന സുബിൻ അലക്സാണ്ടറും മറ്റ്5 പേരും ചേർന്നാണ് ക്രൂരകൃത്യം നടത്തിയത്. പോലീസിന് മാസപ്പടി നൽകിയാണ് മിക്ക സ്പാകളും ഇവിടെ പ്രവർത്തിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥർക്കടക്കം മാസപ്പടി ലഭിക്കുന്നുവെന്ന് പറയപ്പെടുന്നു. നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന സ്പാകൾ പോലീസ് റെയ്ഡടക്കം ഒഴിവാക്കാൻ വേണ്ടിയാണ് പോലീസിന് പണം നൽകി വരുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസുകാരനും വള്ളംകുളം സ്വദേശിയായ ഡിവൈഎസ്പി ഓഫീസിൽ നിന്നുള്ള പോലീസുകാരനും അടക്കം ഇവിടെ നേരിട്ട് ചെന്ന് പിരിവ് നടത്താറുണ്ടെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ഇത് കാരണം ഇവിടെ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ആരും അറിയുന്നുമില്ല. പോലീസുകാർക്ക് ചില സ്പാകളിൽ സൽക്കാരവും നൽകുന്ന പതിവുണ്ട്. ഇത്തരം കാര്യങ്ങൾ ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസുകാരാണ്. വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്യുന്ന പോലീസുകാരനാണ് ഇത്തരം സ്ഥാപനങ്ങൾക്ക് കുടപിടിക്കുന്നത്. 3 വർഷം കഴിയുമ്പോൾ സാധാരണ പോലീസുകാർക്ക് മാറ്റമുണ്ടാകാറുണ്ട്. എന്നാൽ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ചിലർ മാത്രം ഒരേ സ്ഥലത്ത് തുടരുകയാണ്. ഇവർ ഈ ബലത്തിൽ തന്നെയാണ് നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നതും. തിരുവല്ലയിലെ സ്പായിൽ ബലാത്സംഗം നടത്തിയ കേസിലെ പ്രതികൾക്ക് വേണ്ടിയും രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് ഈ വിവരം നൽകാതിരുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. ഭരണപക്ഷത്തെ നേതാവാണ് ഇതിനു പിന്നിലെന്നാണ് ഉയരുന്ന ആരോപണം. അതേസമയം കൂട്ടബലാത്സംഗത്തിനു പിന്നിൽ കൊട്ടേഷനാണെന്ന ആരോപണവുമായി സ്പാ ഉടമയും രംഗത്തെത്തി. മറ്റൊരു സ്പാ ഉടമയാണ് കൊട്ടേഷൻ നൽകിയതെന്നാണ് സ്പാ ഉടമ സഞ്ജയുടെ ആരോപണം. ഗുണ്ടാ പിരിവ് വിരോധം പോലീസിന്റെ കഥയാണെന്നും പോലീസും ഗുണ്ടകളും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്നും പോലീസ് തന്റെ മൊഴി എടുത്തിട്ടില്ലെന്നും സഞ്ജയ് ആരോപിക്കുന്നു.